നിങ്ങൾ ചിത്രകലയിൽ എപ്പോഴും ഒരേ സബ്ജക്റ്റ് ഒരേപോലെ ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ചിത്രകലയിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. സാർ ഇത് മാസ്റ്റർ പീസ് എടുക്കാൻ പറഞ്ഞ സമയത്ത് മീഡിയ എടുക്കേണ്ടത് നമുക്ക് എന്താ പറയുക, സേഫ് സോണിൽ എടുക്കരുത് എന്ന് പറഞ്ഞു, കംഫർട്ട് സോൺ ആവരുതെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ ചാർക്കോൾ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ സാർ അത് പറഞ്ഞു, എന്നിട്ടും എടുക്കാൻ തോന്നിയില്ല. പക്ഷേ സാറ് ഒരു സൂം മീറ്റിങ്ങിൽ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല, ചീത്തയായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ കിട്ടിയ ധൈര്യത്തിലാണ് എന്ത് വന്നാലും വേണ്ടില്ല ചാർക്കോൾ എടുക്കാമെന്ന്. അത്രയും പേടിയാണ്, ചാർക്കോൾ അതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഈ പിക്ചർ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാനിത് ചാർക്കോൾ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പം എന്തായി, ചാർക്കോൾ ഒരു പേടിയില്ലാണ്ടേ ഇപ്പം ചാർക്കോൾ യൂസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ ഗ്രൂപ്പിൽ നിന്ന് അഭിലാഷൊക്കെ നല്ല സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പിക്ചർ സെൻറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിലാഷാണ് റെഫറൻസ് പിക്ചർ ഈ ടോട്ടൽ ഇവിടെയും ബ്ലാക്ക് ആക്കാനൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ബാക്കി എല്ലാവരും ഗ്രൂപ്പിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. സാറിനാണ് ഞാൻ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുക, സാറും വളരെ സപ്പോർട്ടായിരുന്നു. സാറാണ് എല്ലാറ്റിനും കാരണം. സാറിനോട് എന്ത് പറഞ്ഞാലും മതിയാവില്ല, ഞാൻ എന്ത് പറയാനും. താങ്ക് യു. അപ്പോൾ ആലോചിക്കുക, നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിലിരുന്ന് ആർട്ട് പഠിച്ച് വരച്ചൊരു ചിത്രമാണ് ഇത്. കഴിവെടുത്തേ. യെസ്, താങ്ക് യു.